വാങ്ങിക്കോളൂ. മാല എടുത്ത് കൊടുക്കും. കൊടുത്തോളൂ. മാല ചാർത്തിക്കോളൂ. ഇനി എഴുന്നേറ്റോളൂ. ഇനി പുടവ കൊടുക്കണം. രണ്ട് കൈ നീട്ടി വാങ്ങിക്കോളൂ. ഇനി സുധി എഴുന്നേക്കും.
പെൺകുട്ടിയുടെ കുടുംബത്തിലെ കാരണവരാരെങ്കിലും കൈപിടിച്ച് കൊടുക്കുകയാ വേണ്ടത്. കൈപിടിച്ചു കൊടുക്കാൻ വേറെ ആണുങ്ങളാരുമില്ല. തിരുമേനി, അങ്ങ് തന്നെ. ഭവാനി, സത്യയുടെ വലത് കൈ നീട്ടുക. സുധി, ആ കൈ നീട്ടു. എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. രണ്ടുപേരും ഇരുന്നോളൂ. സിന്ദൂരം എടുത്തു കൊടുക്കൂ. ദൈവത്തിന്റെ ഇഷ്ടമാണ് ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സർവമംഗളങ്ങളും ഉണ്ടാവും. ഒന്നും ഉണ്ടാവില്ല. എന്റെ അനിയന്റെ ഗതികേട്, അതിന് ഒരു മംഗളകർമ്മ അല്ലല്ലോ ഇവിടെ നടന്നിരിക്കുന്നേ. സുജിതേ, മിണ്ടാതിരിക്കേ. അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല അച്ഛാ. എന്താ ഞാൻ പറഞ്ഞതിലെ തെറ്റ്? കണ്ടില്ലേ ഈ കോളനി പെണ്ണിന്റെ ഇരിപ്പ്? അവസാന നിമിഷം ഒരു കോടീശ്വരനെ വലവീശി പിടിച്ച നീ ആടി പെണ്ണ്. എനിക്കറിയാം ഞങ്ങളുടെ സുധിക്ക് ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. നോക്ക്, അമ്മയുടെ മുഖത്തൊരു ദുരന്തം നടന്നതുപോലെയുണ്ട്.
ഈ കല്യാണം ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു? സുജിതേ, ശ്രുതി സത്യയെ വിവാഹം ചെയ്തത് എന്റെ ഇഷ്ടപ്രകാരമാണ്. അതിൽ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാം. അല്ലെങ്കിൽ ഈ നാണം കെട്ട കല്യാണത്തിന്റെ സദ്യ ഉണ്ണാൻ ഈ സുജിതയെ കിട്ടില്ല. സുജിതേ, ഞാനും വരുന്നു നിന്റെ കൂടെ. രാധികേ, അമ്മേ, അമ്മേ, അമ്മേ. കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പോകുന്നു, എന്നെ അന്വേഷിക്കണ്ട എന്ന് ഇവളുടെ കയ്യക്ഷരത്തിൽ എഴുതി ഒപ്പിട്ട ഒരു ലെറ്റർ ആ മേശപ്പുറത്ത് വച്ചിട്ടാണോ ഇവളെ ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താലോ? എടാ, ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയ പെണ്ണിന് വേണ്ടി കംപ്ലൈന്റ് കൊടുക്കാനോ? എടാ, കുടുംബത്തിന്റെ മാനം കപ്പൽ കയറത്തില്ലയോടാ. എടാ രാഹുൽ, എന്താ നിന്റെ പ്ലാൻ? ഇന്ന് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ദിവ്യയുടെ വിവാഹം നടക്കും. പക്ഷെ താലി കെട്ടുന്നത് ഈ ഞാനായിരിക്കുമെന്ന് മാത്രം. എന്റെ അമ്മയൊന്ന് കരയാതിരിക്കെ. ആ പൂജ, നീ എവിടെയാ? എന്തിനാ ഇപ്പൊ അന്വേഷിക്കുന്നേ? ആങ്ങളെയും കെട്ടിയോളും വേറെ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടി പോയോ? എടീ, ഞാനും അവിടെ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് എന്ത് സംഭവിക്കാനാ? ചേച്ചി പോയാ പോട്ടേന്ന് വെക്കും. അവിടെ ആർക്കാ ചേച്ചിയോട് സ്നേഹമുള്ളത്? എന്റെ അമ്മയ്ക്ക്. അമ്മ തിരിച്ചറിഞ്ഞു ആ തെരുവ് സന്തതിയുടെ കള്ളക്കളി. ചേച്ചി എന്തായി പറയുന്നേ? അവള് ആ സത്യയുടെ നാടകമായിരുന്നു എല്ലാം. ചേച്ചിയെ കാണിച്ച് സുധിയെ വീഴ്ത്തിയിട്ട് ദിവ്യക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ അവളെ പറഞ്ഞു വിട്ടു. എന്നിട്ടോ സുധിയുമായിട്ട് അവളുടെ കല്യാണം. അതൊക്കെ ശരി. പക്ഷേ ആന്റി, അമ്മ എന്റെ കൂടെ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. സത്യാണോ? അതേടി, നീ വേഗം വീട്ടിലേക്ക് വാ. ഇല്ല, ഞാൻ വരില്ല. അതിനു വേണ്ടിട്ടാണെങ്കിൽ ചേച്ചി എന്നെ വിളിക്കണ്ട. പൂജ,
നീ എന്തിനാ സത്യ കരയുന്നത്? നീ ആഗ്രഹിച്ചത് തന്നെയല്ലേ നടന്നത്? ഞാൻ ആഗ്രഹിച്ചത് എന്റെ ചേച്ചിയെ ഈ വേഷത്തിൽ കാണാനായിരുന്നില്ലേ? ഇപ്പോ അവൾ ഇഷ്ടപ്പെട്ട് അവൾക്ക് വേണ്ടി കണ്ടെത്തിയ ചെക്കന് ഞാൻ തട്ടിയെടുത്തതുപോലെ ആയില്ലേ? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട സത്യ. നിന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടം. അതുകൊണ്ടല്ലേ വിക്രമനെ നിനക്ക് എന്നെ കിട്ടിയത്? ഒന്ന് പോടാ. വിക്രമൻ ഒരിക്കലും എന്നെ ഇതുപോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. അതൊക്കെ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു. എല്ലാം കഴിഞ്ഞു. നിനക്ക് വിധിച്ചത് നിനക്ക് തന്നെ കിട്ടി. തിരുമേനി പറഞ്ഞതുപോലെ എല്ലാ പൊരുത്തങ്ങളും നിങ്ങൾക്കുണ്ട്. ഇനി സുഖമായിട്ട് ജീവിക്കണം സത്യ. ഇവിടുന്ന് രാത്രി ഇറങ്ങി പോയതായിരുന്നു. പിന്നെയും തിരിച്ചു വിളിച്ചത് ഈശ്വരൻ ഇങ്ങനൊരു വിധി കാത്തു വെച്ചിട്ടായിരുന്നല്ലോ. അല്ല, യാത്ര പറഞ്ഞു പോയിട്ട് നീ എന്തിനാ തിരിച്ചു വന്നത്? അച്ഛമ്മ ഞാൻ പോകുന്നത് കണ്ടിരുന്നു. എന്റെ പുറകിലെത്തി തിരിച്ചു വിളിച്ചു. സത്യേ, നീ എവിടെ പോകുന്നു? നീ എവിടേക്കാന്ന്? ഒന്നുമില്ല, എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഈ സമയത്ത് അതിനെന്തിനാ ബാഗ്? അത് ദേ, എന്നോട് കള്ളമൊന്നും പറയണ്ട. ദൈവം കുറച്ചൊക്കെ എനിക്കും കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോ നീ പോകുന്നത് ഞാൻ അറിയില്ലായിരുന്നല്ലോ. അച്ഛമ്മൻ, അത് ഞാൻ ഞാൻ ഞാനിവിടെ നിന്നാ അത് ശരിയാവില്ല അച്ഛമ്മൻ. ശരി, നമുക്ക് ഒരുമിച്ച് പോവാം. വാ, ഞാനും വരാം. അത് അച്ഛമ്മൻ. ദേ നോക്ക്, നീ നാളെ കല്യാണത്തിനില്ലെങ്കിൽ ഞാനും ഇല്ല. കരള് പറിച്ചു കൊടുത്തിട്ടാണ് നീ പോകുന്നതെന്ന് ഈ അച്ചമ്മയ്ക്ക് അറിയാം. നീ കാരണം നിന്റെ ചേച്ചി വിഷമിക്കാൻ പാടില്ല. അവളുടെ കല്യാണം നല്ല രീതിയിൽ നടക്കണം എന്നൊക്കെ ആലോചിച്ചിട്ടല്ലേ? ആ വിവാഹം കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ നീ എല്ലാ ആൾമാറാട്ടങ്ങളും നടത്തിയത്? ദിവ്യയുടെ കല്യാണം കാണാൻ നീ ഉണ്ടാവണം. അച്ഛമ്മൻ എന്നെ ഇവിടെ കണ്ട ചിലപ്പോ എന്റെ ചേച്ചിയുടെ കല്യാണം വരെ മുടങ്ങും. വിവാഹ മണ്ഡപത്തിലെ ആൾക്കൂട്ടത്തിൽ എവിടെയെങ്കിലും നീ ഉണ്ടായിരിക്കണം. അതിനുള്ള വഴി എന്താണെന്ന് നീ കണ്ടുപിടിച്ചാ മതി. അല്ലെങ്കിൽ വാ, നമുക്ക് പോവാം. മറ്റാരും അറിയാതെയായിരുന്നെങ്കിലും ഈ കല്യാണത്തിന് ഞാൻ ഉണ്ടാവണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചത് ഇങ്ങനെയൊക്കെ ആയി തീരാനായിരുന്നല്ലോ. നീ ഇനി ഒന്ന് ചിന്തിച്ച് തളരരുത് സത്യ. നിന്റെ ജീവിതം ഇനി വേറെ ലെവലിലായിരിക്കും. നിന്നെയും നിന്റെ സ്നേഹത്തെയും തിരിച്ചറിയാത്ത ആ ദിവ്യക്ക് ഇതിലേറെ വലിയൊരു ഗതികേട് ഉണ്ടാവില്ല. നിർത്തടാ. എന്റെ ചേച്ചി, അവളെ കണ്ടെത്തണം. എങ്ങനെ? എവിടെയാണെന്ന് വെച്ചാ? എവിടെയാണെങ്കിലും നമുക്കിപ്പൊ തന്നെ പോണം. നിങ്ങൾ ഇവിടെ നിൽക്ക, ഞാനിപ്പോ വരാം. സത്യം ഇങ്ങനെ തന്നെ ആയിരിക്കോടാ ഇനിയും? കല്യാണ പെണ്ണ് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഒക്കെ വെറുതെയാ. നമുക്ക് ചന്ദ്രദാസ് സാറിന്റെ അടുത്തേക്ക് പോവാം. സാറ് സത്യയെ കൊണ്ടുപോയിക്കോളും. മുഹൂർത്തത്തിന് സമയമായി ദിവ്യ.
നിന്റെ കഴുത്തിൽ രാഹുലിന്റെ കൊലക്കയർ വീഴാൻ സമയമായി ദിവ്യ. നമുക്ക് മംഗളാശംസകൾ നേരാനോ നാദസ്വരം മുഴക്കാനോ ആരുമില്ലല്ലോ. താലികെട്ടിന് നേരമായി.